ശ്ലോകം 8. കംസ സംവാര്യതൂര്യം. എപ്പോ ചാണൂരിനും മുഷീനും നശിച്ചുവോ ഉടനെ ആ കേളിക്കൊട്ടെല്ലാം നിർത്താൻ പറഞ്ഞു, വാദ്യമേളങ്ങളെല്ലാം നിർത്താൻ പറഞ്ഞു. കംസൻ ആകപ്പാടെ പേടിച്ചു, ഭയന്നു. കംസ സംവാര്യതൂര്യം ഖലമതിഹി. ദുഷ്ടൻ, ദുഷ്ടബുദ്ധിയോടുകൂടിയവനാണെന്ന് അർത്ഥം. ഭഗവാൻ തന്നെ തൻ്റെ സഹോദരിയുടെ പുത്രനായിട്ട് വന്നിരിക്കുകയാണ്. ആ ഭഗവാനെ ശരണം പ്രാപിക്കാം, ചെയ്തില്ല. ഖലമതിഹി. എന്താ കാരണം? ആ ദുഷ്ടബുദ്ധിയാണ്. ബുദ്ധി നന്നായിട്ടില്ല. ബുദ്ധി നന്നാവുന്ന എപ്പോഴാണ്? വ്യവസായാത്മിക ബുദ്ധി വരുമ്പോൾ മാത്രം. എൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ എനിക്ക് ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കണം എന്നുള്ള ബുദ്ധിയാണ് നല്ല ബുദ്ധി. അതിനാണ് വ്യവസായാത്മിക ബുദ്ധി. അതല്ലാത്തവരൊക്കെ ഖലമതികളാണ്. ഇത്രേ വ്യത്യാസമുള്ളൂ. അധികം പേരും വിഷയങ്ങളിലേക്ക് പോകണു, ഈ മാർഗത്തിലേക്ക് അധികം പേരും വരുന്നില്ല. ഖലമതിഹി അവിതൻ കാര്യം. എന്താ ചെയ്യേണ്ടതെന്ന് അവൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലായി അവനിപ്പോൾ. പക്ഷേ എങ്കിലും ആ ഭഗവാനെ അംഗീകരിക്കാനോ വണങ്ങാനോ ഒന്നും തോന്നുന്നില്ല. ആദ്യം പറയുന്നത് എന്താണ്? ആര്യാൻ പിതൃൻ താൻ ആഹന്തും. ആ പിതാക്കന്മാരെ എല്ലാം പിടിച്ച് കൊല്ലാൻ, വസുദേവനെ, നന്ദഗോപനെ, തൻ്റെ അച്ഛനെ, ഉഗ്രസേനെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി പറയുകയാണ്. ആര്യാൻ പിതൃൻ താൻ ആഹന്തും. പിന്നെയോ കൃഷ്ണനെ കൊല്ലാൻ എത്ര നോക്കിയിട്ട് സാധിക്കുന്നില്ല. വ്യാപ്തമൂർത്തിയാണ് ഭഗവാൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. വ്യാപ്തമൂർത്തി സ്തവജ സമശ്രൽ. ദൂരം ഉത്സാഹനായ ഈ ചെറുക്കനെ ദൂരത്ത് കൊണ്ട് കളയും, അല്ലാണ്ട് ഇവനെ കൊല്ലാൻ പറ്റുന്നില്ല. അതാണ് ദൂരം ഉത്സാഹനായ, വളരെ ദൂരത്ത് കൊണ്ട് ഉപേക്ഷിക്കും. രുഷ്ട ദുഷ്ടോക്തിഭി. ഭഗവാൻ കേട്ടു ഇത്. ഹേ ഗുരുവായൂരപ്പ, എപ്പോൾ ആ വാക്കുകൾ, ആ ദുഷ്ടൻ്റെ വാക്കുകൾ കേട്ടുവോ? രുഷ്ട എന്തൊന്നില്ലാത്ത കോപത്തോടുകൂടി ഗരുഡവിഗിരിയും. ഗരുഡൻ എപ്രകാരം പർവ്വതത്തിലേക്ക് പറക്കുമോ ആ മഞ്ചത്തിലേക്ക് ഭഗവാൻ മഞ്ചൻ ആ മഞ്ചത്തിലേക്ക് ചാടി. ഉദഞ്ചൽ എപ്പോഴാണോ അവിടെ കംസനെ പിടിക്കാനായിട്ട് പോകുന്നത്, ഖർഗ വ്യാവൽഗ ദുസ്സംഗ്രഹം. ആ വാളിങ്ങനെ വീശുന്ന സമയത്ത്, പിടിക്കാൻ സാധിക്കാത്ത സമയത്ത് ഭഗവാൻ ഹഠാത് പ്രാഗ്രഹീര ഉഗ്രസേനിയും. പിന്നാമ്പുറത്ത് കൂടി ഭഗവാൻ എന്തൊന്നില്ലാത്ത വേഗതയിൽ പിന്നാമ്പുറത്ത് പോയി പിടിക്കുകയാണ്. പിന്നാമ്പുറത്ത് പോയി വാളിൻ്റെ വെട്ടുകൊള്ളാതെ കൊണ്ട് പിന്നാമ്പുറത്ത് പോയി പിടിക്കുകയാണ്. ശ്ലോകം 9. സദ്യോ നിഷ്പിച്ച സന്ധിം ഭൂവി നരപതി മാപാത്യ. പിന്നാമ്പുറത്ത് പിടിച്ചു. ഇത് മഞ്ചം വളരെ പൊക്കത്തിലാണ്, അവിടെ നിർത്താനുള്ളതാണ്. നിഷ്പിഷ്ട സന്ധിയും. ആ സന്ധികളൊക്കെ പൊട്ടി, എല്ലുകളൊക്കെ നുറുങ്ങി. ഭൂവി നരപതി മാപാത്യ. അങ്ങനെ ആ രാജാവിനെ, കംസനെ താഴത്ത് വീഴ്ത്തിയിട്ട് തസ്യ ഉപരിഷ്ടാൽ ത്വയ്യാപാത്യേ. ഭഗവാൻ ആ മഞ്ചത്തിൻ്റെ മുകളിൽ നിന്ന് കംസൻ്റെ മുകളിൽ ഒറ്റച്ചാട്ടം കഴിഞ്ഞു. അല്ലാണ്ട് ഭഗവാൻ ഒന്നും ചെയ്തില്ല. ഒന്ന് തള്ളി മേത്ത് വന്ന് വീണു, ഇത്രയും. തദൈവ ത്വതുപരി പതിത. എപ്പോൾ ഭഗവാൻ ചാടിയോ അവൻ മരിച്ചു. ആ സമയത്ത് ദേവന്മാർ കണ്ടുകൊണ്ട് നിൽക്കണു. ഹേ ഭഗവൻ, ത്വതുപരി, അങ്ങയുടെ മേലിലേക്ക് നാഗിനാം പുഷ്പവൃഷ്ടി പതിത. ആ സ്വർഗവാസികൾ പുഷ്പവൃഷ്ടി ചെയ്തു, അത് വീണു. കിം ബ്രൂമഹ. ഭട്ടവാദമുനി പറയാണ്, എന്തു പറയട്ടെ, എന്തു പറയട്ടെ. സതതമവിഭിയ. എപ്പോഴും എന്തൊന്നില്ലാത്ത ഭയത്തോടുകൂടി ആണ് ഈ കംസൻ കാര്യങ്ങൾ ചെയ്യുന്നത്. എപ്പോഴും ഭയം. എന്തുകൊണ്ടാണ്? ഈ ഭഗവാനെക്കുറിച്ച് ആലോചിച്ചിട്ട്. അശരീരി എപ്പോഴാണോ
വസുദേവരുടെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞത് ആ രഥത്തിൽ കൊണ്ടുവന്ന ആ സമയത്ത് അശരീരി കേട്ടതാണ്. ഇവളുടെ എടാ മൂഢ, ആരെയാണോ നീങ്ങിപ്പോൾ വഹിച്ചുകൊണ്ട് പോകുന്നത് അവളുടെ 8ാമത്തെ പുത്രൻ നീ വധിക്കും. ഇതായിരുന്നു അശരീരി. ചാടി അപ്പോഴേക്കപ്പോഴേ വധിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മുടിയിൽ കയറി പിടിച്ചത്. പക്ഷെ വസുദേവർ സമാധാനിപ്പിച്ചു. അന്ന് തൊട്ട് ഈ 8ാമത്തേതിനെക്കുറിച്ച് ഉള്ളതായ ഭയമാണ്. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലാക്കി 8ാമത്തേനെ വധിക്കണം. പിന്നെ നാരദൻ പറഞ്ഞിട്ടാണ് ഇതിന് 8ാമത്തേതാക്കുന്നത്. 8ാമത്തെ ആകുമ്പോഴേക്ക് ഈ 7 പേരും ശക്തന്മാരാവില്ലേ, അത് വേണ്ട, എല്ലാവരെയും ആവട്ടെ എന്ന് നാരദൻ പറഞ്ഞിട്ടാണ് എല്ലാവരും വധിച്ചത്. 7ാമത്തെ ആളെ മാത്രം വധിക്കാൻ പറ്റിയില്ല. മായാദേവി ദേവകിയിൽ നിന്ന് യശോദയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കിം കിം ബ്രൂമ തദാനീം. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് എങ്ങനെയാണ് പറയുക? ഒന്നും പറയാൻ വയ്യ, അധികം പറയേണ്ട ആവശ്യവുമില്ല എന്നർത്ഥം. അതാണ് സതതമവിഭിയ. ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടാണ് ഈ കംസൻ ജീവിച്ചത്. സതതം ഈശ്വരചിന്തയില്ലാത്തവർക്ക് വരുന്ന അനുഭവമാണിത്. ഈശ്വരചിന്തയോടുകൂടി എല്ലാവരും ഭഗവത് സ്വരൂപികളാണ് എന്ന് മനസ്സിലാക്കി ആര് തന്നെ ദുഃഖിപ്പിക്കുന്നുവോ അവരോട് പോലും ദേഷ്യമില്ലാതെ കണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അവ നമ്മുടെ മനസ്സിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെ ദ്രോഹിക്കുന്നവരെ പോലും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. എന്തുകൊണ്ട്? എല്ലാവരും ഈശ്വര സ്വരൂപികളാണ്. എനിക്ക് ആ ദ്രോഹം വരുന്നതിന് കാരണം ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്തതായ ദുഷ്കർമ്മങ്ങളാണ് എന്ന് ഉറപ്പിക്കണം. അപ്പോൾ പുനർജന്മത്തെക്കുറിച്ചും പൂർവ്വജന്മങ്ങളെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ശാസ്ത്രത്തിൽ പറഞ്ഞതിനെക്കുറിച്ചും ഒക്കെ വിശ്വാസം വേണം. എല്ലാം വിശ്വാസമാണ്. അധികം പേരും ആ വിശ്വാസം ഇല്ലാത്തവരാണ്. അപ്പം ആദ്യം ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ശ്രദ്ധ എന്ന് പറയുന്നതായ ആ ഗുണം എല്ലാവരും നേടണം. ശ്രദ്ധയുടെ ആദ്യത്തെ പടിയാണ് ഈശ്വരവിശ്വാസം. ഈ പ്രപഞ്ചത്തിനെ ഈ വിധത്തിൽ നടത്തുന്ന ഒരു ചൈതന്യമുണ്ട്, അതാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഈശ്വരനെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സാക്ഷാത്കരിക്കും എന്ന് ഉറപ്പിക്കണം. അത് വ്യവസായാത്മിക ബുദ്ധി. പക്ഷേ അധികം പേരും 99% പേരും അതിന് തയ്യാറാവുന്നില്ല. സതതമവിഭിയ ത്വൽഗതാത്മാ. എപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് ഭഗവാനെ എപ്പോഴാണ് തന്നെ വധിക്കാൻ വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന ആ കംസൻ ഭേജേ സായുജ്യം, സായുജ്യമുക്തിയെ പ്രാപിച്ചു എന്നർത്ഥം. ആ കംസന് സായുജ്യമുക്തിയാണ് കിട്ടിയത്. ആരായിരുന്നു ഈ കംസൻ? ത്വദ്ബധോഥ പരമിയം വാസന കാലനേമേ. ഈ സായുജ്യമുക്തി എങ്ങനെ കിട്ടി? ആ കാലനേമി കഴിഞ്ഞ ജന്മത്തിൽ ആ കാലനേമിയാണ് കംസനായിട്ട് വരുന്നത്. ആ കാലനേമി ഭഗവാന്റെ രൂപം കണ്ടു. ഭഗവാനാണ് കാലനേമിയെ വധിച്ചത്. ആ വധിക്കുന്ന സമയത്ത് ഭഗവാന്റെ വല്ലാത്ത ഭയങ്കരമായ ആ രൂപം കണ്ടു, ഭയപ്പെട്ടു. അതാണ് പരമിയം. അതെ, കാലിനേമേഹേ ത്വദ്വധോത്ത വാസന. അങ്ങ് വധിക്കുന്നതായ സമയത്ത് ഉണ്ടായതായ ഒരു വാസന, മനസ്സിലുള്ളതായ ഒരു ചിന്ത, അത് മാത്രമാണ്. ആ ഭഗവാന്റെ രൂപം കണ്ട് ആ സമയത്ത് ഭയപ്പെട്ട ഒരു വാസന മാത്രമാണത്. അതാണ് ഇവിടെ കംസനായിട്ട് വന്ന്
ഈ അശരീരി കേട്ടുവല്ലോ, അപ്പത്തൊട്ട് ആ ഭഗവാനോടുള്ള ഭയത്തോടിരിക്കുന്ന ആ വാസനയോടുകൂടി ഭഗവാൻ തന്നെ വധിക്കുമെന്നുള്ളതായ വാസനയോടുകൂടി അങ്ങനെ കാലം മുഴുവൻ കഴിച്ചു. ഒടുവിൽ ഭഗവാൻ തന്നെ വസിച്ചു. അങ്ങനെ സായുജ്യമുക്തി കിട്ടി. അപ്പോൾ സായുജ്യമുക്തിക്ക് കാരണം കഴിഞ്ഞ ജന്മത്തിലെ വാസനയാണ്. നമുക്കുള്ള പാഠമാണത്. ഓരോ ജന്മത്തിലും നമ്മളുണ്ടാക്കുന്നതായ വാസന, ആ വാസനയാണ് നമ്മൾ അടുത്ത ജന്മത്തിനെ നിശ്ചയിക്കുന്നത്. എത്രത്തോളം പ്രബലമാണോ അതാണ്. പ്രബലമായ വാസനകൾക്കനുസരിച്ചാണ് ഒടുവിൽ നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. നാം ചെയ്യേണ്ടത് എന്താണ്? വാസനകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. വാസനകൾ എന്ന് പറഞ്ഞാൽ ഓരോ ആഗ്രഹങ്ങളാണ്, ഓരോ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. അതാണ് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. വിഹായ കാമാന്യ സർവാൻ പുമാൻ ശരതി നിസ്പൃഹ. ഒരു ആഗ്രഹവും ഇല്ലാതെ കണ്ട് ഇന്ന കാര്യം എനിക്ക് ചെയ്യണം എന്നുള്ള ചിന്ത വെച്ചാൽ അടുത്ത ജന്മത്തിൽ ചെയ്യാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഭഗവാൻ കാലനേമിയെ എപ്പോൾ വധിച്ചുവോ ആ വാസന വന്നു. എന്തൊന്നില്ലാത്ത ഭയത്തോടുകൂടി ഇവനെ കൊല്ലണമെന്നുള്ളതായ വാസന വന്നു. അതാണ് ഇവിടെ കംസനായിട്ട് വന്ന് അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ ഭഗവാൻ ആർക്കെങ്കിലും കൊല്ലാൻ സാധിക്കുമോ? ഇല്ല. ഭഗവാൻ തന്നെ അവനെ കൊന്ന് അവന് മോക്ഷം കൊടുക്കുകയാണ്. അവൻ്റെ വാസന എന്തായിരുന്നു, ആ വാസനയ്ക്കനുസരിച്ച് അവന് മോക്ഷത്തെ കൊടുക്കുന്നു. ത്വദ്വധോഥ പരമീയം വാസനാകാലനേമേ. അവിടെ അന്വയം വളരെ ബുദ്ധിമുട്ടുള്ള അന്വയമാണ്. ഹേ പരമ ഇയം എന്ന് പറയുന്നത് ഈ സായുജ്യമുക്തി. ഏതൊരു സായുജ്യമുക്തിയാണോ ഇപ്പം അവന് കിട്ടിയത്, സഭേദേ സായുജ്യം, അതാണ് ഇയം. ആ സായുജ്യമുക്തി കാലനേമേഹേ, കഴിഞ്ഞ ജന്മത്തിലെ ആ കാലനേമിയുടെ വധം, ഭഗവാൻ അവനെ വധിച്ചതായ സമയത്ത് ഉണ്ടായതായ ത്വദ്വധോഥ ഉണ്ടായതായ വാസന പരം, വാസന മാത്രം, വാസന ഒന്ന് മാത്രമാണ്. ഇത് മനസ്സിലാക്കും. അപ്പോൾ ഒരു വിധത്തിലുള്ളതായ വാസനകളും നമ്മൾ ഉണ്ടാക്കരുത്. പിന്നെ ആ വാസനയ്ക്കനുസരിച്ച് അടുത്ത ജന്മത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത്രേ ഉള്ളൂ. ശ്ലോകം 10. തൽഭ്രാതൃനഷ്ടവിഷ്വ. എപ്പോഴാണോ കംസനെ കൃഷ്ണൻ കൊന്നത്, കംസൻ്റെ സഹോദരന്മാർ 8 പേര്, ആ 8 പേര് ഓടി വന്നു പഞ്ചത്തിൻ്റെ അടുത്തേക്ക്. ബലരാമൻ അവരെ നേരിട്ടു. കൃഷ്ണൻ്റെ അടുത്തേക്ക് വരാൻ സമ്മതിച്ചതേയില്ല. ഭാഗവതം പറയുന്നു അവരുടെ പേര്: കങ്കൻ, നഗ്രോധൻ, കങ്കു, സുനാമാവ്, സുഹു, രാഷ്ട്രപാലൻ, സൃഷ്ടി, തുഷ്ടിമാൻ. കംസൻ്റെ സഹോദരന്മാരാണ്. അവരൊക്കെ ഈ രാജ്യഭാരത്തിലുണ്ടായിരുന്നവരാണ്. അവർ വന്നു. അവരെല്ലാവരെയും ബലരാമൻ അടിച്ചു കൊന്നു. തൽഭ്രാതൃനഷ്ട പിഷ്ട്വ, പേഷണം ചെയ്തു, പൊടിയാക്കി. ദ്രുതമത പിതരോ സന്നമൻ, അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയി അവരെ നമസ്കരിച്ചു. ഉഗ്രസേനൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചു. അവരെയൊക്കെ കാരാഗ്രഹത്തിൽ നിന്ന് മുക്തരാക്കി. ഉഗ്രസേനം കൃത്വാ രാജാനം, ഉഗ്രസേനെ രാജാവാക്കി. ഉച്ചൈഹി യദുകുലമഖിലം മോദയൻ കാമദാനൈഹി, എല്ലാ യദുക്കളോടും പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ആഗ്രഹം പറഞ്ഞോളൂ, അത് സാധിപ്പിച്ചു തരാം. അപ്പോൾ കംസനെ പേടിച്ച് അനേകം യാദവന്മാർ അന്യദേശങ്ങളിലേക്ക് പോയിരുന്നു. അവരൊക്കെ വിളിച്ചു വരുത്തി. അവർക്ക് താമസിക്കാൻ വേണ്ടതായ സ്ഥലം, ആഹാരത്തിന് വേണ്ടതായ സാധനങ്ങൾ എല്ലാം കൊടുത്തു. യദുകുലം അഖിലം മോദയൻ, അവരെ സന്തോഷിപ്പിച്ചു. എങ്ങനെ? കാമദാനൈഹി,
അവർക്ക് എന്താഗ്രഹമുണ്ടോ ആ കാമത്തിനെ പ്രദാനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാജ്യഭാരം ഉഗ്രസേനാണ് രാജാവ്. പക്ഷെ ഉഗ്രസേൻ എന്തും ഭഗവാനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഭക്താനാം ഉദ്ധമം ച ഉദ്ധവം, ഉദ്ധവനെയാണ് മന്ത്രിയാക്കിയെടുത്തത്. ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഉദ്ധവൻ. ഭാഗവത്തിൽ പറയുന്നു, വസുദേവരുടെ സഹോദരൻ ദേവഭാഗൻ എന്ന പേരായിട്ട് ഒരാളുണ്ട്. ആ ദേവഭാഗൻ്റെ മകനാണ് ഉദ്ധവൻ. ആ ഉദ്ധവരെ സഹായം ലബ്ധ്വ, കൂട്ടുകാരനായിട്ട് കിട്ടി. എന്താ ഉദ്ധവരുടെ ഗുണം? അമരഗുരോരാപ്തനീതിം, ആ ബൃഹസ്പതി, ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയിൽ നിന്നാണ് ന്യായം എല്ലാം പഠിച്ചത്. ആ ഉദ്ധവൻ കൂട്ടുകാരനായി ലബ്ധ്വ കിട്ടി. തുഷ്ട, വളരെ സന്തോഷത്തോടുകൂടി ആ പുരിയിൽ വസിച്ച നഗരിയാം തൻ്റെ ഭക്തന്മാരിൽ ഉത്തമനായിരിക്കുന്ന ഉദ്ധവനെ തൻ്റെ കൂട്ടുകാരനായി കിട്ടി. എന്തെന്നില്ലാത്ത തുഷ്ടിയോടുകൂടി ആ നഗരത്തിൽ കഴിഞ്ഞ ഹേ പവനപുരപതേ, രുന്ധി മേ സർവരോഗൻ, മേ സർവരോഗാൻ രുന്ധി, എൻ്റെ എല്ലാ രോഗങ്ങളെയും നിരോധിക്കണമേ. പവനപുരപതേ, പവനൻ വായുദേവൻ, പവനപുരം വായുവിനാൽ നിർമ്മിക്കപ്പെട്ട ഗുരുവായൂർ, ഗുരുവായൂരിൻ്റെ പതി ഗുരുവായൂരപ്പൻ. സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥം, പവനൻ നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, പ്രാണൻ്റെ പുരം എൻ്റെ ശരീരം, ശരീരത്തിൻ്റെ പതി ആത്മാവ്. ആ ദേവനെ ആദ്യം അംഗീകരിക്കണം. അവനവൻ്റെ ഹൃദയത്തിലുള്ള ദേവനെ ആദ്യം അംഗീകരിക്കൂ. ആ ദേവനാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഈ വിധത്തിൽ നമുക്കെല്ലാം ജന്മം നൽകി. സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആർക്ക് തങ്ങളുടെ ജീവിതം ധന്യമാക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവർ സമൂഹത്തിലുള്ള മറ്റു ജനങ്ങളെ എത്രത്തോളം സഹായിക്കാമോ സഹായിക്കണം. ശരീരം കൊണ്ട് സഹായിക്കാമെങ്കിൽ അത്, ധനം കൊണ്ട് സഹായിക്കാമെങ്കിൽ അത്, ബുദ്ധി കൊണ്ട് സഹായിക്കാമെങ്കിൽ അത്, എന്തായാലും അന്യനെ സഹായിക്കണം. ലോകസംഗ്രഹമേ വാപി സമ്പശ്യൻ കർത്തുമർഹസി, എന്ത് ചെയ്യുന്നതും ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി ചെയ്യൂ. അപ്പോഴാണ് ജീവിതം ധന്യമാവുന്നത്. ഇതുപോലെ കംസനെ പോലെ ആകരുത്. അന്യർക്ക് കഴിയുന്നത്ര ഉപകാരം ചെയ്ത് ജീവിതം ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും